ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാ സൗകര്യമായിട്ടുള്ള ഒരു അടിപൊളി വീടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം കൊടുത്തൊരു അടിപൊളി ലൊക്കേഷനാണ്. ഒരു 3 കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. കണ്ടോ, ഇപ്പൊ തന്നെ ഇവിടെ 2 കാറ് കിടപ്പുണ്ട്. അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സഹായിക്കണം എന്ന് പറയാം. ഇനി നമുക്ക് ഈ വീടിന്റെ കാഴ്ചകളിലോട്ട് പോവാം. കണ്ടോ, അടിപൊളി സെറ്റപ്പ്, അടിപൊളി സെറ്റപ്പാണ്. കണ്ടോ, ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. തൊട്ടപ്പുറത്ത് 2 കാർ ഓൾറെഡി പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് അദ്ദേഹം കൊടുത്തൊരു പ്രൈം ലൊക്കേഷൻ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഈ ഏരിയയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സ്ഥലവും വീടൊക്കെ കിട്ടുന്നതന്നെ ഭയങ്കര അപൂർവമാണ്. കാരണം ആരും കൊടുക്കൂല. കാരണം ഇങ്ങനത്തുള്ള ഏരിയയിലൊക്കെ ഈ ഏരിയയിൽ വീട് കിട്ടാൻ ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം കൂടെ ടൈറ്റായി ഇവിടെയൊക്കെ. ഞാനത് കാണിച്ചില്ല. ഈ വീടിന് വേറെ വൃത്തിയുണ്ട്. ഈ വീട്ടിലൊരു മാവ്, കാരണം ഇവിടെ മരങ്ങളുള്ള വീടേ ഇല്ലെന്നുള്ളത്. ഇവിടെ ഒരു മാവ് ഇപ്പൊ ഉണ്ട്. കാരണം ഇതിന്റെ ലൊക്കേഷൻ ഡീറ്റെയിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ ഇത് എവിടെയാണ് എന്നുള്ളത്. എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. അതുപോലെ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടല്ലോ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ അത്യാവശ്യം നമുക്ക് ചെറിയൊരു കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. കണ്ടാ, 2 മാവ് നിൽപ്പുണ്ട് ഇവിടെ. കണ്ടാ, ഈ സംഭവം ഇവിടെ കാണാൻ കിട്ടാത്തൊരു ഐറ്റമാണ്. ഇനി ഞാൻ ഈ വീടിന്റെ ലൊക്കേഷൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ക്ലാരിറ്റി കിട്ടുള്ളൂ. ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ വീടിന്റെ ലൊക്കേഷൻ പിന്നെ പാലാരിവട്ടം. ഇതിന്റെ സിറ്റി ഔട്ടൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് മാർബിൾ കണ്ട. അത് പാലാരിവട്ടം ജംഗ്ഷൻ, എറണാകുളം പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്ന് നടക്കാനുള്ള ദൂരം അത് 1 കിലോമീറ്റർ പോലും ഈ വീട്ടിലോട്ട്, അതും റോഡ് സൈഡില്. മൊത്തം മാർബിളൊക്കെ ഇട്ട് പണ്ട്, അതായത് ഒരു 15 വർഷം പഴക്കൊണ്ട് വീടിന്. ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു പൊട്ടല് പോലും ഇല്ല. കാരണം പഴയ പണിയാണ്, ആദ്യകൂട്ട് ഗ്രാൻഡാണ്. നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയൊക്കെ വാടക കൊടുത്താൽ കിട്ടും 10-35,000 വാടക ഒരു മാസം. ഈ വീടിന് പുറത്തെ സൈഡിൽ ഒരു സ്റ്റെയർ കേസും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഫാമിലിക്ക് സുഖമായിട്ട് വാടക കൊടുക്കുക. കാരണം താഴത്തിന് 2 ബെഡ്റൂം കൊണ്ട് മുകളിൽ 2 ബെഡ്റൂം, മുകളിൽ ഒരു കിച്ചനും കാര്യങ്ങളൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് 2 ഫാമിലിക്ക് വേണമെങ്കിൽ വാടക കൊടുക്കുക. അപ്പൊ നല്ലൊരു വാടകയും കിട്ടും ഇത് വാങ്ങിച്ചിട്ടാല്. അതെ, ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂം കംപ്ലീറ്റ് തടി കൊണ്ട് പാനൽ ചെയ്തേക്കണം. ഇതിന്റെ തേക്കിന്റെ തടി കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് പാനൽ ചെയ്തേക്കണം. അറ്റാച്ച്ഡ് ബെഡ്റൂം. അതെ, ഇതൊക്കെ നിങ്ങളൊന്ന് വാങ്ങിച്ച് ക്ലോസറ്റും കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് ന്യൂ മോഡലാക്കി വെറുതെ വാടക കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടും. കാരണം ബാങ്കിൽ ഇത്രയും കാശ് കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ കിട്ടൂല. അതിന്റെ ഇത് റേറ്റ് വരുന്നില്ല. ഈ വീടിന് ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1,70,00,000 രൂപ ലാസ്റ്റ്. ഇതൊരു ബെഡ്റൂമാണ്. ഇപ്പൊ ഇവർക്കൊരു ഇതിന്റെ കട ഉണ്ടായിരുന്നു. അപ്പൊ കടയിലെ സാധനങ്ങൾ കട ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോ എല്ലാം കൊണ്ടുവന്ന് ഡബ് ചെയ്തായിരുന്നു ഇവിടെ. ഇവർക്കൊരു ഈ കന്നഡ കടയില്ലേ, ആ ഒരു കട ഉണ്ടായിരുന്നു. കിച്ചൺ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചണാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കിച്ചൺ. ഇവരപ്പോ 2 പേരേ ഉള്ളൂ. അധികാരം ഇത്രയും ഈ വീടൊന്നും മെയിൻ്റെനൻസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. കാരണം പ്രായമായി. അതുകൊണ്ടാണ് അവർ കൊടുത്ത് ചെറിയൊരു ഫ്ലാറ്റിലോട്ട് മാറാനുള്ള ഒരു പരിപാടിക്ക് ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട്. ഒരു സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഇതിന്റെ ഇവിടെ വലിയ പാകം ചെയ്യും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടത്തണം. പിന്നെ സൈഡിൽ കൂടി ഡോറിന്റെ പുറത്തിറങ്ങാൻ അവിടെ സർവൻ ബാത്റൂം ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു വീടാണ്. പാലാരിവട്ടം വൈറ്റിലേക്ക് പോണ വഴിക്ക് ഒരു നടക്കാനുള്ള ദൂരമുള്ളൂ. ഒരു കിലോമീറ്റർ താഴെ. കാരണം ഏതാണ്ട് ചെല്ലുമ്പോഴേക്കും ലെഫ്റ്റിലോട്ട് വഴിയുണ്ട്. കുറച്ചാണ് മുന്നോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റിലോട്ട് ചെല്ലുമ്പോഴേക്കും 3ാമത്തെ വീടായിരുന്നത്. സ്റ്റെയർ കേസ് കാര്യങ്ങൾ മുകളിൽ ചെന്നേരം മുകളിലത്തെ റൂം എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിയ റൂമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ആ ഫ്രണ്ടിൽ കൂടി ഒരു സ്റ്റെയർ കേസ്, മറ്റേ ഇരുമ്പിന്റെ സ്റ്റീലിന്റെ സ്റ്റെയർ കേസ് അങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2 ഫാമിലിക്ക് വാടക കൊടുക്കുക. കാരണം 2 ഫാമിലിക്കായാലും കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇഷ്ടം പോലെ. 3 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഫ്രണ്ടിൽ 2 2 വീലർ പാർക്ക് ചെയ്യാൻ വരെ ബാൽക്കണി കാര്യങ്ങള്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. വലിയ ഇഷ്ടം പോലെ വീടുകളാണ് ഇവിടെ. അത്ര കൊടുത്ത പ്രൈം ലൊക്കേഷൻ ഉണ്ട്. എല്ലായിടത്തും വീടുകളാണ്. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ വീട് കിട്ടാനുള്ളത്. കാരണം സ്ഥലം പോലും ഇല്ല. കാരണം എല്ലായിടത്തും ബിൽഡിംഗ് ഇരിക്കുകയാണ്. അപ്പൊ ഇതേ കൊടുത്ത് ഒരു പ്രൈം ലൊക്കേഷൻ എറണാകുളത്ത് ഒരു വീട് വേണം താല്പര്യമുള്ളതായി നമ്മളെ കോണ്ടാക്ട് ചെയ്തോട്ടാ. നമ്മളെ ഡിസ്പ്ലേയിൽ ആദ്യം കാണിച്ച നമ്പറില്ലേ അതിന്റെ അകത്ത് ബന്ധപ്പെട്ടാൽ മതി.
കണ്ട റൂമിന്റെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. ഒരു കബോർഡ് കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് താമസിക്കാം, അത്യാവശ്യം റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ താമസിക്കുക. അതല്ല ഇതൊരു 2 ഫാമിലിക്ക് വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇൻകം കിട്ടും. മനസ്സിലായി? ഇതൊരു 2 ഫാമിലിക്ക് നല്ല സുഖമായിട്ട് വാടക കൊടുക്കുക. നല്ലൊരു പൈസ ഇവിടുത്തെ വാടക അറിയാലോ. ഇനി തൊട്ടപ്പുറത്തെ വീടൊക്കെ 34,000 വാടക കൊടുത്തേക്കണം. അപ്പൊ അതനുസരിച്ചുള്ള വാടക ഇവിടെയും കിട്ടും. പാർക്കിംഗ് കാര്യങ്ങളാണ്, പുറത്ത് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ്, അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ മുകളിലോട്ട് കയറാനില്ല. അത്യാവശ്യം ചുറ്റുമൊക്കെ താമസിക്കുന്ന അതേ കൊടുത്ത ആൾക്കാരാണ്. ഇനി ഒരു ബെഡ്റൂം കൂടി ഉണ്ട് കാണാൻ, മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂം. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ്. അത് ചെറുതായി ഐറ്റംസ് ഒന്നുമില്ല, എല്ലാവരും നല്ല സൗകര്യമാണ്. അപ്പൊ ആർക്ക് ഇപ്പൊ വാടക കൊടുത്തു പറഞ്ഞാലും ആൾക്കാർ താമസിക്കും. കാരണം ഇവിടെയൊക്കെ വാടകയ്ക്ക് വീട് കിട്ടാനേ ഇല്ല. ഉണ്ടോ അതിന്റെ ബാത്റൂമും. അപ്പൊ നിങ്ങൾ അത്യാവശ്യം ഒന്ന് ഞാനിപ്പോ പെയിന്റൊക്കെ അടിച്ചുള്ള സെറ്റപ്പ് ആക്കി ഇട്ടേക്കാണ്. നിങ്ങൾ വന്ന് വാങ്ങിച്ചു ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ ഇതിന്റെ അതില്ല നിലവിൽ. അപ്പൊ നിങ്ങൾക്ക് ആ ഫ്രണ്ട് മാത്രം ആ ബാൽക്കണിയിലോട്ട് ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ടീമിന് വാടക കൊടുക്കാം. ഈ ഒരു പോർഷൻ കണ്ട ഇതിവിടെ നേരെ ബാൽക്കണിയിലോട്ടുണ്ടല്ലോ. ഇപ്പൊ ഈ സൈഡ് കുറച്ച് ഈ ഷീറ്റ് ഇട്ടേക്കണ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടുന്ന് ഒരു ഇരുമ്പിന്റെ സ്റ്റെയർ കേസ് ഒരു അവിടെ നിങ്ങളുടെ ലെഫ്റ്റിൽ നിങ്ങൾ കട്ട് ചെയ്ത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നേരെ മുകളിലോട്ട് കയറാൻ പറ്റും. അപ്പൊ ഇവിടെ 3 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടും. 2 വീലർ ഉണ്ടെങ്കിൽ 2 വീലർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടും. അപ്പൊ ഇത് 2 ഫാമിലിക്ക് താഴത്ത് മുകളിലോട്ട് വാടക കൊടുക്കുക. ഞാനിത് താമസിക്കുന്നതിനെ കുറിച്ചല്ല പറയട്ടെ, ഇതിനകത്തൊരു ഇൻകം കിട്ടുക. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാനുണ്ടെങ്കിൽ അതിനകത്തൊരു മൂല്യം കിട്ടുന്ന രീതിക്കുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിക്കുള്ള ഒരു വീടാണിത്. അപ്പൊ ഇത് ഇവിടേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വാടക പോകും. കാരണം വാടക കൊടുക്കാനുള്ള സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ഒരു 2-3 ദിവസം പോലും കിടക്കൂല. കാരണം അതേകൂടെ ആൾക്കാരെ അന്വേഷിച്ചിറങ്ങുന്നു. ഇവിടുന്ന് വാടക വീട് കിട്ടാനില്ല. കാരണം ഇത്രയും പ്രൈം ലൊക്കേഷനിൽ. കാരണം പാലാരിവട്ടം ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് വെറും 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ താഴെയുള്ളൂ. വെറും നടന്നു പോകാൻ ദൂരമുള്ളൂ. നടന്നു പോയിക്കുന്നുണ്ടെങ്കിൽ നേരെ വീട്ടിൽ ചെല്ലാം. അത്യാവശ്യം എല്ലാ സൗകര്യവും എല്ലാം നിയറസ്റ്റ് ഉണ്ട്. കാരണം പാലാരിവട്ടം ടൗണിൽ കിട്ടാത്ത ഒരു ഐറ്റംസും ഇല്ല. എല്ലാ ഐറ്റംസും ടൗണിൽ കിട്ടും. കാരണം ഈ മാർജിൻ ഫ്രീ ആയാലും എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ. അപ്പൊ ഈ വീട് ഒക്കെ വാങ്ങിച്ചിട്ട് ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ് ആയിട്ട് കണക്കാക്കാം. കാരണം അതിനെ പറ്റിയാണ് ഈ വീടൊക്കെ. കാരണം നമുക്ക് മാസം ബാങ്കിൽ കൂടുതൽ കാശ് മാസം കിട്ടിക്കൊണ്ടിരിക്കും. അത് 1 വർഷം എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു 6 ലക്ഷം രൂപ വാടക തന്നെ കിട്ടും. വേറെ ഇത്രയും പൈസ വേറെ എവിടേക്കാ കിട്ടുന്നത്?